മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വ്ളോഗ് വന്നിട്ട് ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ടൗണിലേക്കാണ്. പൂ വാങ്ങണം. പിന്നെ കുറച്ച് ഇന്നിപ്പോൾ ഉത്രാടാണ് കേട്ടോ, ഇന്ന് തിരുവോണമല്ല. ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാത്തതൊക്കെ ആയിട്ടുള്ള കുറച്ച് 2-3 സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാനും ഉണ്ട്, യൂനും ഉണ്ട് ക്യാമറയുടെ ബാക്കിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒത്തിരി രാവിലെ ഒന്നല്ല കേട്ടോ, സമയം 8 മണിക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല ലേറ്റായി. എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ഒരു 9 ആയിട്ടുണ്ടാവും. പിന്നെ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് കിടന്ന് കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്ന് കിടന്നുകൊണ്ട് നല്ലൊരു സൗണ്ട് സ്ലീപ്പായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ നല്ലൊരു അമ്മ ആയതുകൊണ്ട് എന്നെ ഒരു 7 മണിക്ക് ശേഷമൊക്കെയാണ് വിളിക്കാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങളുണ്ടൊരു റെഡിയായി. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് പൂ വാങ്ങാനൊക്കെ ആയിട്ടാട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ബാക്കി കാഴ്ചകൾ കാണാം. പിന്നെ നമുക്ക് നാളെ തിരുവോണത്തിനന്ന് കാര്യമായിട്ടുള്ള കലാപരിപാടികളൊന്നും ഇല്ല. ഇന്നാണ് നമ്മുടെ മെയിൻ ഓണം. കാരണം നാളെ നമുക്കൊരു ഫാമിലി ആയിട്ടൊരു യാത്രയുണ്ട്. അപ്പം അതുകൊണ്ട് നാളെ വലിയ കാര്യപരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഓണം ഇന്നാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. എൻ്റെ കൈ കണ്ടോ ഗൈസ്? എൻ്റെ കയ്യിൽ മൈലാഞ്ചി കണ്ടോ? ടൺ 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 ടൺ. കമന്റ് ബിലോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ നമ്മൾ പൂക്കടയിലെത്തി. നമുക്ക് വേണ്ട പൂക്കളൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്ത് വാങ്ങിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് മുല്ലപ്പൂവും വേണം ചേട്ടാ. 1, 2 ഒന്നുമല്ല, 4 സ്ത്രീകളുള്ള വീടാണ് ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം നമുക്ക് മുല്ലപ്പൂവിലാണ് നമുക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മുല്ലപ്പൂവും വാങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഒത്തിരി വലിയ പൂക്കളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ ആവശ്യമുള്ള കുറച്ച് പൂക്കളാണ് വാങ്ങിച്ചിട്ടുള്ളൂ. ഏതാ ജീവിതം? നമുക്ക് എന്ത് പണിയാ ചെയ്യണേ? ഒരു നീക്ക് പൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സത്യം മനസ്സിലായത്. നമുക്ക് ഇനിയും വാടാമല്ലി ഇടാണ്ടതല്ല, പൂ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ വി തോട്ട് നമ്മൾ പുറത്ത് ഒരു സർക്കിൾ കൂടെ വരയ്ക്കാം അല്ലേ? ആ നടുക്കത്തെ ഓട്ടയിൽ വാടാമല്ലി ഇട്ടാലോ? ആദ്യം ഇനി ആ സർക്കിളിലേക്ക് യെല്ലോ ഇട്. അങ്ങനെ ഞങ്ങളുടെ അത്തപ്പൂക്കളം അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഗായ്സ്. അതാ വേറൊരു വ്ളോഗർ വേറൊരു ഫോണിൽ വ്ളോഗ് എടുക്കുന്നു. 2 യൂട്യൂബ് ചാനലുകൾ തമ്മിലുള്ള മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ അത്തപ്പൂക്കളത്തിൻ്റെ ഔട്ട്പുട്ട് വന്നത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ പ്ലാസ്റ്റിക് പൂവിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ ഈ പറയുന്ന ജനലും വാതിലുമൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. അകത്ത് കിടന്നൊരു റോക്കിംഗ് ചെയർ എടുത്ത് പുറത്തിട്ടു. അതായത് ഒരു ഫോട്ടോ ഫ്രണ്ട്ലി സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടീവ്. അങ്ങനെ അകത്തെ ഊഞ്ഞാലിലൊക്കെ നമ്മൾ നല്ലോണം ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ബാക്കി വന്ന പൂവൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 12 കൂട്ടം കറികളും ഒരു 3 കൂട്ടം പായസമുണ്ട്. ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മയാണ്. അമ്മ ഒറ്റയ്ക്കാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അമ്മ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു അമ്മ. അപ്പോൾ അമ്മയ്ക്കൊരു ബിഗ് അപ്ലോസ്. എല്ലാവരും അപ്ലോസ് കമൻ്റായിട്ട് ഇടുക, ഓക്കെ? അപ്പം ഈ അടുക്കളയിൽ ഭയങ്കര ഈ കറികൾ എടുക്കുന്നതിൻ്റെ തിരക്കിൽ അവിടെ നല്ല തിരക്ക്, അടുക്കളയിൽ നല്ല തിരക്കായി വന്നപ്പം ഞങ്ങൾ നൂനും കൂടെ പുറത്ത് വന്നിട്ട് എന്തിനാ വെറുതെ അവിടെ തിരക്ക് കൂട്ടണം നടത്തുന്നത്, ഞങ്ങൾ പുറത്ത് വന്ന് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഷോ കാണിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയി എല്ലാം വാങ്ങി വെക്കുന്നതാണ് നിങ്ങൾ അടുത്തതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിതിന് മുന്നേ പറഞ്ഞതെന്നറിയില്ല, നമ്മൾ ഈ ഓണം സെലിബ്രേഷൻ നമ്മുടെ ഇന്നത്തെ ഗെസ്റ്റ്സ് വന്നിട്ട് നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫ്സ് അവരുടെ ഫാമിലി ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആരുടെയും ഫാമിലി വന്നില്ല. ലൈക്ക് ഒരു ഫ്യൂ ആളുകളുടെ മാത്രമാണ് വന്നുള്ളൂ, എല്ലാവരുടെയും വന്നില്ല.
അപ്പോൾ അവർ ഓൾറെഡി വന്നു. അപ്പോൾ ഗസ്റ്റ്സ് വന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ നേരെ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ അതുകൊണ്ട് അവിടെ തിരക്കായതുകൊണ്ടാണ് ഞാൻ നൂനും പുറത്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഇലയൊക്കെ എല്ലാവർക്കും ഇട്ടിട്ട് നമ്മളെല്ലാവരും മാറി മാറി വരിയായി പോയി വിളമ്പിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിളമ്പുന്ന വീഡിയോ കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എന്നാലും അതായത് ഈ വർഷത്തെ ഓണത്തിന് ഇപ്പോൾ സ്റ്റാഫ്സ് വരുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് പോലെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് സെലിബ്രേറ്റ്, വേറെ മുടക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് പോലെ അത്രയും കാര്യമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവൽ തന്നെയാണ്, വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവൽ തന്നെയാണ് ഓണം. അതായത് ഞാൻ ചെറുതായിരുന്നപ്പോൾ തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഓണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്ന പോലെ തന്നെ നമുക്കൊരു ഇഷ്ടമാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പം ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ആ സെലിബ്രേഷനിൽ നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫ്സും അവരുടെ ഫാമിലിയും കൂടി ഇൻക്ലൂഡഡ് ആണെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതും ലൈക്ക് അലോങ് വിത്ത് ഓൾ ദിസ് ഇത്രയും കറികളും ഇത്രയും വലിയൊരു സദ്യയൊക്കെ ആയിട്ട് തന്നെ നമ്മൾ അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഇതുപോലൊക്കെ തന്നെ ഇപ്പം ഓരോ വർഷം ചെല്ലുന്നവർ ചിലതായിട്ട് കുറച്ച് സെലിബ്രേഷൻസ് കൂടി വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓണം എന്നുള്ളത് അത്ര ഫേവററ്റ് ആയിട്ടുള്ളൊരു സീസണാണ് കേട്ടോ. സീസൺ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ, പക്ഷേ സീസൺ എന്ന് വെച്ചാൽ ഐ മീൻ ആ ഒരു സമയം ആണെങ്കിലും ഈ ഫെസ്റ്റിവൽ ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും അത്രയും ഫേവററ്റ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് ഗൈസ്. അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ നൂനോ ബേബിയോ ആരോ ഓണം സോങ്സ് വെച്ചിട്ടുണ്ട്, തിരുവാവണി രാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ കഥകളെല്ലാം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ എന്ന് പറഞ്ഞാൽ ഇവർ സദ്യ കഴിക്കാൻ തുടങ്ങി. എൻ്റെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് ഞാൻ പറയാം. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള മെമ്മറീസ് ഓൾ ആർ കണക്റ്റഡ് വിത്ത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് കേട്ടോ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഓരോ സീസൺ ലൈക്ക് ഓരോ ഫേസസിലും എൻ്റെ ചൈൽഡ്ഹുഡ് ഒരു പോയിന്റ് വരെ എപ്പോഴും നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ഫാമിലി രാവിലെ റെഡിയായി തറവാട്ടിലെത്തി കഴിഞ്ഞ് ഞാനും ചാച്ചനും, അതായത് ചാച്ചൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ വൈറലായ എൻ്റെ സ്വന്തം ഗ്രാൻഡ് പാരൻസ്. അതിൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ വിളിക്കുന്നത് ചാച്ചനാണ്. അപ്പോൾ ചാച്ചനും ഞങ്ങളെല്ലാവരും കൂടെ ഗ്രാൻഡ് ചിൽഡ്രൻ എല്ലാവരും കൂടി രാവിലെ തന്നെ പൂവൊക്കെ പറിക്കാൻ പോകും. എന്നിട്ട് നമ്മൾ വന്നിട്ട് ഇതുപോലത്തെ മറ്റേ പൂവൊന്നും വാങ്ങിച്ചിട്ടുള്ളതൊന്നുമല്ല, നമ്മൾ ഉള്ള പൂ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മളങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അച്ഛയ്ക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു കേട്ടോ. തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ ഏതൊരു ക്ലയൻറ്റ് വെയിറ്റിംഗ് ആയിരുന്നു. സോ അച്ഛ ഇല്ലാണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിൻ്റെ കുറച്ച് സ്നിപ്പെറ്റ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഹാപ്പി ഓണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.